നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ 2023 ശേഷം വീണ്ടും ഒരു ജൂനിയർ എഞ്ചിനീയർ നോട്ടിഫിക്കേഷനുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയില് കഴിഞ്ഞ പ്രാവശ്യം നോട്ടിഫിക്കേഷൻ വിളിച്ചപ്പോൾ എത്രയായിരുന്നു വേക്കൻസി, അതുകൊണ്ടാണ് ആ ഒരു എക്സാം കണ്ടക്ട് ചെയ്ത പ്രകാരം എത്രയായിരുന്നു കട്ട് ഓഫ് ഉണ്ടായിരുന്നത്, അതുകൂടാണ്ട് ആ ഒരു സമയത്ത് എക്സാം പാറ്റേൺ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ അഡ്വർടൈസ്മെന്റ് നമ്പർ എന്ന് പറയുന്നത് NH റിക്രൂട്ട്മെന്റ് ബാർ 4/2025 എന്നുള്ള രീതിയിലാണ്. അപ്പോ നോൺ എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കാണ്. അപ്പോൾ ഇതിൽ ക്വാളിഫിക്കേഷൻ ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കലിന്റെ കേസിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം 3 ഇയേഴ്സ് റെഗുലർ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഫ്രം എ ഗവൺമെന്റ് ഓർ ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് വിത്ത് മിനിമം 60% മാർക്സ് ഓർ ഇക്വലന്റ് ഗ്രേഡ് ഫോർ ജനറൽ OBC EWS ആൻഡ് 50% മാർക്ക് ഓർ ഇക്വലന്റ് ഫോർ SC ST PWD കാൻഡിഡേറ്റ്സിന്റെ കേസിൽ ഇലക്ട്രിക്കൽ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ വരും, ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് വരും, ഇലക്ട്രിക്കൽ വരും, പവർ സിസ്റ്റംസ് വരും, പവർ എഞ്ചിനീയറിംഗ് വരുന്നുണ്ടാവും. അതേപോലെ ഈ ഒരു ബ്രാഞ്ചസ് മാത്രമേ എലിജിബിൾ ആവുന്നുണ്ടാവുള്ളൂ. പിന്നെ ഇതിൽ പറഞ്ഞ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ഹയർ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻസ് ലൈക്ക് BTech BE വിത്തൗട്ട് ദ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഈസ് നോട്ട് എലിജിബിൾ. അതായത് നിങ്ങൾ ഡിപ്ലോമ കഴിയാതെ നിങ്ങൾക്ക് BTech ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിനെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. അതായത് BTech മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. ഡിപ്ലോമയാണ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡിപ്ലോമക്കാർക്ക് മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവുള്ളൂ. 29,600 തൊട്ട് 1,19,500 വരെയാണ് സ്കെയിൽ ഓഫ് പേ വന്നിട്ടുള്ളത്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 30 വയസ്സാണ്. ടോട്ടൽ 46 വേക്കൻസീസ് ആണ് ഉള്ളത്. ബാക്ക്ലോഗ് ഉണ്ട്, ജസ്റ്റ് SC ഒന്ന് OBC ഒന്ന്. കറന്റ് വേക്കൻസീസ് SC 8, ST 2, OBC 10, EWS 2, അൺറിസർവ്ഡ് 22. ആ ഒരു രീതിയിലാണ് അവിടെ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനിയിപ്പോ ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് എക്സാം പാറ്റേൺ, അതുകൂടാണ്ട് എവിടെ ആയിരിക്കും പ്ലേസ് ചെയ്യുന്നുണ്ടാവുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. പ്ലേസ്മെന്റ് പറഞ്ഞാൽ കാൻഡിഡേറ്റ്സ് വിൽ ബി പ്ലേസ്ഡ് അറ്റ് ദി പ്രോജക്ട്സ് ഓർ പവർ സ്റ്റേഷൻസ് ഓർ ഓഫീസസ് ഇൻക്ലൂഡിംഗ് ദ ജോയിന്റ് വെഞ്ചേഴ്സ് ഓർ സബ്സിഡറി കമ്പനീസ് ഓഫ് NHPC ഇൻ വേരിയസ് പാർട്സ് ഓഫ് ദി കൺട്രി ഓർ അബ്രോഡ്. എവിടെ വേണമെങ്കിലും നിങ്ങളെ പ്ലേസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇതിൽ കാൻഡിഡേറ്റ്സിന്റെ ഫീ എന്ന് പറയുന്നത് 600 രൂപ പ്ലസ് GST. അപ്പൊ ടോട്ടൽ എനിക്കൊന്ന് 708 ആയിരിക്കും നിങ്ങളുടെ അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നുണ്ടാവാം. സെലക്ഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. The candidates registered online with the NHPC have filled the requisite information in the conformity with eligibility criteria shall be provisionally allowed to appear for computer based test and written test as applicable എന്നാണ് പറഞ്ഞത്. CBT ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, മിനിമം ക്വാളിഫയിങ് ക്രൈറ്റീരിയ പറയുന്നത് ജസ്റ്റ് നിങ്ങൾ നോക്കുക, അത് മതിയാവില്ല. കാരണം വെച്ചാൽ കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും. ഓൺലൈൻ ടെസ്റ്റിന് ശേഷം എന്ത് ചെയ്യാം, ജസ്റ്റ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആയിരിക്കും ഉണ്ടാവുക. ഫരീദാബാദിൽ വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യാം, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഡോക്യുമെന്റ് ഒക്കെ വെരിഫൈ ചെയ്യുന്നുണ്ടാവും. അതുകൂടാണ്ട് ബയോമെട്രിക് ഒതന്റിഫിക്കേഷൻ കാണുന്നുണ്ടാവും. ഓക്കെ, അപ്പോ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഫൈനൽ സെലക്ടഡ് കാൻഡിഡേറ്റ്സ് വിൽ ബി ഗിവൺ പ്രൊവിഷണൽ ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റ്. അതായത് ഇന്റർവ്യൂ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് നിങ്ങളെ ഈ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ സ്കോറിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിലെ ടെസ്റ്റ് സെന്റേഴ്സ് കേരളത്തിലില്ല, എനിക്കൊന്ന് ബംഗളൂരുവിലാണ് ഉള്ളത്, പിന്നെ ചെന്നൈയിലും ഉണ്ട്. നിയറസ്റ്റ് പറയാൻ വേറെ എവിടെയും കാണുന്നില്ലല്ലോ. ഇല്ല. ഓക്കെ, ബാംഗ്ലൂരും ചെന്നൈയാണ് നിയറസ്റ്റ്. മീഡിയം ഓഫ് എക്സാം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ഉണ്ട്. 3 hour 180 minutes on ഡ്യൂറേഷൻ, 200 മാർക്സ് ആണ് ടോട്ടൽ മാർക്ക് വരുന്നുണ്ടാവുക. ഇതിലിപ്പം പാർട്ട് 1 എന്ന് പറഞ്ഞാല് നമ്മൾ ഇലക്ട്രിക്കലിന്റെ 140 MCQs ആയിരിക്കും ഉണ്ടാവുക ഇലക്ട്രിക്കലിനെ ബേസ് ചെയ്തിട്ട്. ബാക്കി 30 MCQs ജനറൽ അവയർനെസിനെ ബേസ് ചെയ്തിട്ടും 30 MCQs റീസണിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, പിന്നെ നമ്മൾ എന്താ ഓരോ കറക്റ്റ് ആൻസേഴ്സിനും എന്താ ഒരു മാർക്കും 1/4 എന്താ നെഗറ്റീവ് മാർക്കിംഗ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ കറസ്പോണ്ടിങ് റിസർവേഷനും കാര്യങ്ങളും ഉണ്ട്, അത് നിങ്ങൾ ജസ്റ്റ് നോക്കാം. പിന്നെ നമ്മൾ ഇതിന്റെ എക്സാം ഡേറ്റ് കാര്യങ്ങളൊന്നും അവർ മെൻഷൻ ചെയ്യുന്നില്ല. പക്ഷെ ഇമ്പോർട്ടന്റ് ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 2 തൊട്ട് എന്താ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് തുടങ്ങാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത് ഒക്ടോബർ 1 ആണ്. ഓക്കെ, ഒക്ടോബർ 1 വരെ വൈകുന്നേരം 5 മണി വരെ എന്താ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത്. ഇനിയിപ്പോ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് വിളിച്ചപ്പോ ആ ഒരു സമയത്ത് ഇലക്ട്രിക്കലിന്റെ കേസിൽ ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കലിന്റെ കേസിൽ 74 വേക്കൻസി ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഇലക്ട്രിക്കലിന്റെ നമുക്ക് റിസൾട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എത്ര കട്ട് ഓഫ് വന്നിട്ടുണ്ടെന്ന് എല്ലാവരും ജസ്റ്റ് ഒന്ന് നോക്കാം.
ഓക്കെ. അപ്പൊ നിങ്ങൾ എന്താ, നിങ്ങൾ ഏതൊരു എക്സാമിന് പോകുമ്പോഴും കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു ട്രെൻഡ് എന്താ നിങ്ങൾ നോക്കണം. കണ്ടില്ലേ? 2023-ലാണ്. അതിന് മുമ്പ് 2022-ലും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. 24-ല് വിളിച്ചായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പോ കണ്ടില്ലേ, അൺറിസർവ്ഡ് 144 അൺറിസർവ്ഡിന്റെ കേസിൽ കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. EWS 140.25, OBC 142.25, SC 133.25, ST 119.75. PWBD കാൻഡിഡേറ്റ്സിന് കാറ്റഗറി ബി 93, സി 124, DNE 108 എന്നുള്ള രീതിയിലാണ് അവർ എന്ത് ചെയ്തേക്കുന്നത്, കട്ട് ഓഫ് ആയിട്ട് കണ്ടിട്ടുള്ളത്. ഓക്കെ. ഇനിയിപ്പോ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇതാണ്. ഒക്കെ ഉണ്ടല്ലേ, ഇത് 2023-ല് നടന്ന, 2023-ൽ ഒറ്റ ഷിഫ്റ്റ് ആയിട്ടാണ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 23, അതായത് നോട്ടിഫിക്കേഷൻ വന്ന എപ്പോഴായിരുന്നു? ജൂൺ മാസമാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. എക്സാം കണ്ടക്ട് ചെയ്തേക്കുന്നത് ജൂലൈ. ഓക്കെ, ഏകദേശം ഒരു മാസം മാത്രമേ ഗ്യാപ്പോടെ കാണുന്നുള്ളൂ അല്ലെ? ഒരു മിനിറ്റ്, നമുക്ക് ഒന്നും കൂടി കൺഫേം ആക്കാം. ലാസ്റ്റ് ഡേറ്റ് 30 കണ്ടല്ലേ, ജൂൺ 30 ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് എന്താ, ജസ്റ്റ് ഒരു മാസത്തിനുള്ളിൽ തന്നെ എന്താ അവിടെ എക്സാം അവിടെ കണ്ടക്ട് ചെയ്തു. അത് കഴിഞ്ഞ റിസൾട്ട് എപ്പോഴാണ് വന്നേക്കുന്ന കാര്യം കൂടെ നമുക്ക് നോക്കാം. ഒക്ടോബർ മാസം അവിടെ റിസൾട്ട് വന്നു. ജൂലൈ കഴിഞ്ഞ ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസം എന്താ അവിടെ റിസൾട്ടും വന്നിട്ടുണ്ട്. അതായത് പ്രൊവിഷണലി സെലക്ട് ചെയ്തതാണ്. ഓക്കെ. അപ്പൊ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടാണ് ഒക്ടോബറിനുള്ള റിസൾട്ട് വന്ന് നിൽക്കുന്നത്. അതായത് ജൂണിൽ നോട്ടിഫിക്കേഷൻ വന്നു, ഒക്ടോബറിൽ എന്താ ഫൈനൽ റിസൾട്ട് വന്നു. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, 5 മാസത്തിനുള്ളിൽ വന്നു. ഓക്കെ. അപ്പൊ ഇത് വേണം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ആക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇത് കിട്ടുന്നുണ്ടാവും. ഓക്കെ. പിന്നെ വീണ്ടും 2022-ലാണ്. 2022-ൽ 2 ഷിഫ്റ്റ് ആയിട്ടാണ് കണ്ടക്ട് ചെയ്തേക്കുന്നത്. 2023-ൽ ഒറ്റ ഷിഫ്റ്റ് ആയിരുന്നു. 2022-ൽ രണ്ട് ഷിഫ്റ്റിലായിട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്തേക്കുന്നത്. ഓക്കെ. എനിക്ക് തോന്നുന്നു മേ ബി നമ്പർ ഓഫ് അപ്ലിക്കൻസ് കുറവായിട്ടായിരിക്കും 2023-ൽ ഉണ്ടാവുക. ഓക്കെ. ഇപ്പൊ ഇത് രണ്ടും എന്ത് ചെയ്യാം, ഞാൻ ജസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ആക്കാം. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ. അപ്പോൾ കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ. താങ്ക് യു.